ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റോം ഹർ ലൈഫ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളുടെ പപ്പയുടെയും മമ്മയുടെയും മടക്കയാത്രയാണ് ഇന്ത്യയിലേക്കുള്ള. അപ്പം നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള പ്രാർത്ഥനയാണ് കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അപ്പം മോളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. രാവിലെ നമ്മൾ ഉണർന്ന് എവിടോട്ടാണ് പോകുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റു. 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ സ്റ്റിൽ 6 o'clock കഴിഞ്ഞു വന്നിട്ട് നമ്മൾ ഇറങ്ങിയില്ല. ഇപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്ന ഒരു 6:15 ആയി കാണും മോർണിംഗ്. പക്ഷേ നമുക്ക് 8:45 ഫ്ലൈറ്റ് ഉള്ളത്. നമ്മളുടെ വീട്ടിൽ നിന്ന് 60 കിലോമീറ്റർ ഉണ്ട് സൂറിച്ച് എയർപോർട്ടിലേക്ക്. നമ്മൾ ആഞ്ഞു പിടിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നൊരു മഴയുള്ളൊക്കെ ഒരു ദിവസമാണ് കേട്ടോ. മഴയായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം രാവിലെ നമ്മുടെ യാത്ര, ഇന്ത്യയിലേക്കുള്ള യാത്ര അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം പിന്നെ നമ്മുടെ ഈ ട്രാവലൊന്നും കൂടാതെ അവർ ഫ്ലൈറ്റിൽ മാത്രമായിട്ട് ഏകദേശം 13 മണിക്കൂർ ഇങ്ങനെ വെയിറ്റിങ്ങും എല്ലാം കൂടെ ഒരുപാടുണ്ട്. അതിന് ശേഷം പിന്നെ വീട്ടിൽ നമ്മളിപ്പം എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ വീട്ടിലോട്ട് അടൂരോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞത് കുറച്ച് മണിക്കൂറുണ്ട്, ഒരു 3 മണിക്കൂറിനടുത്തുണ്ട്. അങ്ങനെ അപ്പോൾ ഒരു വലിയ യാത്രയാണ് അവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അവളുടെ വീടിൻ്റെ അവിടെ നിന്ന് നമ്മൾ പതുക്കെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാക്സിമം സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിപ്പോയി. കാരണം നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ കുട്ടികളെയൊക്കെ ഒരുക്കി ഇറക്കി അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ലേറ്റായി. പിന്നെ ഇവരുടെ കാറിലെ സീറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമായിരുന്നു. പിന്നെ പെട്ടിയൊക്കെ നമുക്ക് അടുക്കി വെക്കേണ്ടതുകൊണ്ട് അങ്ങനെ നമ്മൾ പതുക്കെ യാത്ര ചെയ്ത് ഏകദേശം സൂറച്ചിലേക്ക് എത്തി. സൂറച്ച് എയർപോർട്ടിലേക്ക് നമ്മൾ എത്തി. ഇതാണ് സൂറച്ച് എയർപോർട്ടിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് പാർക്കിങ്ങിൻ്റെ സ്ലോട്ടുകളുണ്ട്. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, നമുക്കിവിടെ എയർപോർട്ടിൽ നമുക്ക് ആൾക്കാരുടെ കൂടെ നമുക്ക് അകത്ത് വരെ കയറി ചെല്ലാം. ബാഗിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഇമിഗ്രേഷന് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അവരുടെ കൂടെ പോകാൻ പറ്റാത്തത്. അതുവരെ നമുക്ക് ഇവരുടെ കൂടെ പോയി നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അതെന്തായാലും നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം. ഇപ്പോൾ ബാഗിങ്ങിൽ ഒരുപാട് വെയിറ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് അത് ഒരാളുടെ ഹെൽപ്പോടെ, ഇപ്പം നാട്ടിൽ നമ്മളെ ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ഒന്നും പറക്കി മാറ്റി വെക്കണമെങ്കിൽ. എനിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 7ാം മാസം പ്രഗ്നൻ്റ് ആയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം എൻ്റെ പെട്ടിക്കകത്ത് 25 കിലോയ്ക്ക് പകരം 28 കിലോ അങ്ങോട്ടുണ്ട്. അപ്പോൾ 3 കിലോ എന്നോട് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പ്രഗ്നൻസി ടൈമിൽ പിന്നെ ഒരു പുള്ളിക്കാരനെ ഞാൻ ഹെൽപ്പിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പുള്ളിക്കറിയില്ലല്ലോ എന്താണ് പെട്ടിക്കകത്തൊന്നും മാറ്റേണ്ടതെന്ന്. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ നമ്മൾ ഇന്ത്യയിലാവുമ്പോൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ അതൊക്കെ ഒരു കൂളായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. എല്ലാവരും കൂടെ ഓട്ടാണ്. കാരണം നമ്മൾ ഇച്ചിരി ലേറ്റ് ആയല്ലോ. പക്ഷേങ്കിൽ ഞങ്ങൾ അവിടെ ചെക്കിൻ്റെ അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാറൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്തു. അങ്ങനെ കുറേ ഫ്ലോറായിട്ട് നമുക്ക് കാറ് പാർക്കിങ്ങിനുണ്ട് കണ്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് ഇന്ത്യയിലും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ യൂസ്ഫുള്ളാണ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ലിഫ്റ്റിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവരിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ലിഫ്റ്റിൽ കയറി നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് വന്നു. ഇന്നും അവർ ഹാപ്പിയാണ്, കാരണം അവർ നാട്ടിൽ പോവാണ് അല്ലേ. അപ്പം നമ്മളും ഹാപ്പിയാണ്. അവർക്ക് തിരിച്ച് പോകാൻ ഹെൽത്തി ആയിട്ടും വേറെ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് അവർക്ക് തിരിച്ചു പോകാൻ പറ്റിയതിൽ നമ്മൾ വലിയ ഹാപ്പിയാണ്. അപ്പം മോളെയാണ് അവർ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവളിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ഇവരെവിടെ പോവാണ്, ഇങ്ങനെ പെട്ടിയൊക്കെ ആയിട്ട് എവിടെ പോകാമെന്നുള്ള ഇതാണ് കേട്ടോ. അപ്പച്ചനും അമ്മച്ചിയായിട്ടൊക്കെ ആദ്യമേ അവൾ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം കാണുന്നതുകൊണ്ട് അവൾക്ക് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഭയങ്കര ക്ലോസ് ആയിരുന്നു. എപ്പോഴും അവരുടെ അടുത്ത് പോകും, അവരുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുകയും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ജോളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു.
പിന്നെ കുഞ്ഞു മക്കളെ സംബന്ധിച്ച് അവരിപ്പം നമ്മളിപ്പോൾ പോയാലും അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അമ്മ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ അവർക്ക് പ്രശ്നം. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് എവിടെ പോയാലും ശരി അവരതുമായിട്ട് അഡ്ജസ്റ്റ് ആണ്. മീൻസ് എന്താ, ഒരാൾ പോയി അതിൻ്റെ ഫീലിങ്സ് ഒന്നും അവർ കാണിക്കാറില്ല പൊതുവെ. അങ്ങനെ ഇതാണ്ട് അവരിങ്ങനെ ബാഗിങ്ങിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പം ഷാനും കൂടെ പോയി ഇങ്ങനെ പെട്ടിയൊക്കെ എടുത്ത് പൊക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആണ്. കാരണം പ്രായമുള്ള മനുഷ്യർക്കൊക്കെ ഒന്ന് പോകുമ്പോൾ അവർക്ക് വലിയ പെട്ടി ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെച്ച് സഹായിക്കാൻ നമ്മൾ തന്നെ കൂടെ പോകുമ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറേ കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരൊന്നും ചെക്കിങ്ങിന് ഇല്ലായിരുന്നെങ്കിലും എല്ലാവരും കയറിപ്പോയി. കുറച്ച് പേരൊക്കെ ഇതാ വരുന്നുണ്ട്. പിന്നെ അവിടെ പോയി എൻക്വയറി ചെയ്യുന്നു. അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ മക്കൾ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്യാണ് അതെന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ പപ്പയും മമ്മയുടെയും ടേണാണ്. അവർ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാഗിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു പെട്ടിക്കകത്ത് എങ്ങാണ്ട് ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പെട്ടിയിൽ നിന്ന് മറ്റേ പെട്ടിയിലോട്ട് മാറ്റി വെച്ചു. അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു സ്മൂത്തായിട്ട് ചെക്കിങ് ഒക്കെ ചെയ്തു. പക്ഷേ എസ്രമോള് കണ്ടില്ലേ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ആൾക്കാരൊക്കെ കയറി പോകുന്ന ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല, നമ്മളിവിടെ വെയിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് അവരെ നോക്കുന്നു. അങ്ങോട്ട് പോകാമോ എന്ന് ചോദിക്കുക. പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പച്ചനും അമ്മച്ചിയും തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. നമുക്കാണെങ്കിൽ ഓരോ ടൈം ഇങ്ങനെ പോകുമ്പോഴും ടെൻഷനാണ്. കാരണം ഇവർ അവിടെ ചെന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓക്കെ ആകുമെന്ന്. നമ്മളൊരു 7:15 നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഏകദേശം അത്ര സ്പീഡിലായിരുന്നു നമ്മൾ വന്നത്. പിന്നെ നമ്മളുടെ കാറിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ സ്പീഡ് എവിടെയെങ്കിലും ക്യാമറ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഓണോ എന്ന് പറഞ്ഞിട്ടൊരു മെഷീനുണ്ട്. അപ്പം അങ്ങനെ ഒരു മെഷീൻ നമ്മൾ വെച്ചിട്ടുണ്ടായതുകൊണ്ട് ഫോണിൻ്റെ അകത്തും പിന്നെ ഈ മെഷീൻ്റെ അകത്തുനിന്നും ഇങ്ങനെ ബീപ്പ് സൗണ്ട് അടിക്കും ഒരു 400 മീറ്റേഴ്സിന് ഫ്രണ്ടിൽ. അപ്പം നമുക്ക് ഒന്ന് സ്ലോ ചെയ്ത് നമുക്ക് ആ ഫൈനിൽ നിന്നൊന്ന് ഒഴിവാകാൻ പറ്റും. കാരണം ഇവിടെ ഫൈൻ വരുമ്പം ഒരുപാട് വലിയ ഫൈനാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ചില ക്യാമറ മീൻസ് പെർമനൻ്റായിട്ട് വെച്ചിരിക്കുന്ന ചില ക്യാമറകളും അല്ലാതെ ഇങ്ങനെ പോലീസ് അല്ലാതെ നിന്ന് ചെക്ക് ചെയ്യുന്നത് അത് സെൻസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മി പറഞ്ഞു ഞാൻ മോളെ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, യാത്ര പോകുമ്പോൾ അവർ സമാധാനത്തോടെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഇമിഗ്രേഷൻ്റെ അവിടേക്ക് എത്തി. അങ്ങനെ പപ്പയ്ക്ക് ഞാൻ ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ ഇമോഷണലി അങ്ങനെയൊന്നുമില്ല കേട്ടോ. മമ്മിയും അങ്ങനെ ഉമ്മയൊക്കെ തന്നു. നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒരു 2 മാസം അവർ ശരിക്കും എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞു മക്കൾക്ക് ഇവിടെ നമ്മൾ തന്നെ അല്ല ഉള്ളായിരുന്നു. അപ്പോൾ അവരും കൂടെ ഉണ്ടായിരുന്നപ്പോൾ വീടിനൊരനക്കമായിരുന്നു. അങ്ങനെ അവർ ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ നമ്മളുടെ നാട്ടിലെ പോലെ പോലീസൊന്നും ചെക്ക് ചെയ്യാനില്ല. നമ്മൾ തന്നെ നമ്മളുടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നമ്മൾ തന്നെ കയറിപ്പോകുന്നതാണ്. അങ്ങനെ ഇവർ പിന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അങ്ങ് ഫ്ലൈറ്റിലേക്ക് കയറാം. അതൊക്കെ പെട്ടെന്ന് കഴിയും. കാരണം ഒരു 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടെ ആരുമില്ല. ലേറ്റായിട്ട് വന്നാൽ ഇങ്ങനെയും പ്രയോജനമുണ്ട്. പക്ഷേ നമ്മളുടെ നാട്ടിൽ എനിക്ക് നമ്മളെല്ലാം കൂടെ റഷ്യായിട്ട് പല കാര്യങ്ങൾ ചെയ്ത് തീരാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് എയർപോർട്ടിൽ നിന്ന് അവരെ കൊണ്ടുവിട്ടിട്ട് പോവാണ്. അപ്പം എന്താണ് വെൻഡിങ് മെഷീൻ്റെ അകത്തുനിന്ന് ഏതാണ്ടൊക്കെ വേണം എന്നാണ് ആടൻകുട്ടൻ പറയുന്നത്. അപ്പം രാവിലെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാത്തതുകൊണ്ട് അതൊന്നും കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരിച്ച് നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തായിരുന്നു. ഇനിയിപ്പം ലേറ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ തിരിച്ചു വരുമോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ വൈഫൈയും കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറന്നുപോയി, കാരണം ആ റഷിലായതുകൊണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മളുടെ പാർക്കിങ്ങിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി. അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ്. അവരെ പറഞ്ഞു വിട്ടു. അതിന് ശേഷം അപ്പച്ചി കൂളായിട്ട് പോയിന്ന് നമ്മൾ അന്നേരം വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇടുമ്പോഴത്തേനും അവർ ഓൾറെഡി അങ്ങ് ചെന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായി അവർ പോയിട്ട് കേട്ടോ. വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. കാരണം മക്കളെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണല്ലോ എല്ലാ കാര്യവും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉറങ്ങുന്ന സമയമൊക്കെ നോക്കണം. അങ്ങനെയൊക്കെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും. അങ്ങനെ കണ്ടോ എയർപോർട്ടൊക്കെ മഴ നനഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ കാണിച്ചു കൊടുത്തു. ഇതുവരെ ഞങ്ങൾ നാട്ടിലെങ്ങും പോയിട്ടില്ല, ഇവിടെ യാത്ര ചെയ്യും. അപ്പം നമ്മൾ കാറിലൊക്കെയാണ് ഇറ്റലിയിലും ഫ്രാൻസിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ ഫ്ലൈറ്റിൽ ഇതുവരെ കയറിയിട്ടില്ല. അങ്ങനെ അവൾ തിരിച്ച് വീട്ടിലൊക്കെ വന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു ഇച്ചിരി വെയിലുണ്ടായിരുന്നു, അങ്ങനെ അവർ ഫുട്ബോളൊക്കെ കളിച്ചു. അങ്ങനെ നല്ലൊരു ദിവസമായിട്ട് നമ്മളിങ്ങനെ മക്കളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണമല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവരുടെ കൂടെയൊക്കെ കളിച്ച്, നമുക്കിങ്ങനെ ഒരു ഗാർഡൻ ഉണ്ടായതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. കാരണം നമുക്ക് നാട്ടിലെ പോലെ ഒന്ന് മുറ്റത്തിറങ്ങി പിള്ളേർക്കാണെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ മോളും മോനും എല്ലാം കൂടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തിങ്ങനെ നടക്കുന്ന കുറച്ച് ക്ലിപ്സാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കൂടി നമുക്ക് കാണാം. അപ്പം വീണ്ടും ഒരു വീഡിയോ വരുന്നിടം വരെ അപ്പം ബൈ ഗായ്സ്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കും. ബൈ.